AR രാജരാജവർമ്മയുടെ വിലാപത്തിൽ അനുശോചിച്ച് ആശാൻ എഴുതിയ ഖണ്ഡകാവ്യം. ഉത്തരം പ്രരോദനം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആത്മകഥയുടെ പേര്. ഉത്തരം ഓർമ്മയുടെ അറകൾ. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ജേക്കബ് തോമസ്. തത്വമസി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഉത്തരം സുകുമാർ അഴീക്കോട്. ഡ്രാക്കുള എന്ന രക്തരക്ഷസിനെ ചിത്രീകരിച്ച നോവലിസ്റ്റ്? ഉത്തരം ബ്രാം സ്റ്റോക്കർ. PN പണിക്കരുടെ ചരമദിനം? ഉത്തരം 1995 ജൂൺ 19. PN പണിക്കരുടെ ചരമദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിച്ചു വരുന്നത്. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യ സമാഹാരത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. മലയാള ഭാഷയുടെ പിതാവ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. സഫലമേ യാത്ര എന്ന കൃതി ആരുടേതാണ്? ഉത്തരം NN കക്കാട്. കേരള ഇബ്സൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം N കൃഷ്ണപിള്ള. ഓടക്കുഴൽ എന്ന കൃതിയുടെ കർത്താവ്? ഉത്തരം G ശങ്കരക്കുറുപ്പ്. രമണൻ എന്ന കൃതി രചിക്കാൻ ചങ്ങമ്പുഴിയെ പ്രേരിപ്പിച്ച കൃതി? ഉത്തരം ഷെപ്പേർഡ് കലണ്ടർ. PN പണിക്കരോടുള്ള ആദരസൂചകമായി പോസ്റ്റൽ വകുപ്പ് 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004 ജൂൺ 19. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. മലാലയുടെ ജീവിത കഥ പറയുന്ന സിനിമ? ഉത്തരം ഗുൽമഗായ്. സംവിധായകൻ അംജദ് ഖാൻ. കോടതി ഭാഷ മലയാളത്തിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമവകുപ്പ് ആരംഭിച്ച പ്രസിദ്ധീകരണം? ഉത്തരം നിയമധ്വനി. ഗാന്ധിയും ഗോഡ്സെയും ആരുടെ കൃതിയാണ്? ഉത്തരം NV കൃഷ്ണവാര്യർ. വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ തോപ്പിൽ പാസ് രചിച്ച നാടകം? ഉത്തരം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം വൈക്കത്ത് പാച്ചുമൂത്തത്. PN പണിക്കരുടെ ജന്മദിനം? ഉത്തരം 1909 മാർച്ച് 1. കേരളത്തിലെ പ്രളയബാധിതരെ സഹായിക്കാനായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ പുസ്തകം? ഉത്തരം പ്രളയാക്ഷരങ്ങൾ. നിർമാല്യം എന്ന സിനിമയ്ക്ക് അടിസ്ഥാനമായ കഥ ഏതാണ്? ഉത്തരം പള്ളിവാളും കാൽ ചിലമ്പും. അക്കിത്തം ഏത് കൃതിയിലാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലു സുഖപ്രദം എന്ന വരികൾ എഴുതിയത്? ഉത്തരം 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ. ഖുർആൻ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം വായന. മൗഗ്ലി കേന്ദ്ര കഥാപാത്രമായ കൃതി ഏതാണ്? ഉത്തരം ജംഗിൾ ബുക്ക്. ബിലാത്തി വിശേഷം ആരുടെ യാത്രാ വിവരണമാണ്? ഉത്തരം KP കേശവമേനോൻ. ഭാരത പര്യടനം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഉത്തരം നിരൂപണം. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ആനന്ദ്. മാതൃസ്നേഹം വിഷയമാക്കിയ ഇടശ്ശേരി കവിത? ഉത്തരം ഭൂതപ്പാട്ട്. മാധവിക്കുട്ടിയുടെ ഏത് കഥയാണ് മഴ എന്ന സിനിമയ്ക്ക് അടിസ്ഥാനം? ഉത്തരം നഷ്ടപ്പെട്ട നീലാംബരി. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുസ്തകം വായിക്കുന്ന രീതി ഏതാണ്? ഉത്തരം റീഡിംഗ്. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ലിപി സമ്പ്രദായം? ഉത്തരം വട്ടെഴുത്ത്. മലയാളത്തിൽ നിന്ന് അന്യഭാഷകളിലേക്ക് ഏറ്റവും കൂടുതൽ തവണ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള കൃതി ഏതാണ്? ഉത്തരം ചെമ്മീൻ.
പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. ബെന്യാമിന്റെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന കൃതിയുടെ ഇംഗ്ലീഷ് വിവർത്തനത്തിന്റെ പേര്? ഉത്തരം ജാസ്മിൻ ഡേയ്സ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. എം ടി വാസുദേവൻ നായർ എഴുതിയ നാടകത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഗോപുരനടയിൽ. വയലാറിന്റെ സഞ്ചാര സാഹിത്യകൃതി ഏതാണ്? ഉത്തരം പുരുഷാന്തരങ്ങളിലൂടെ. മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്ന ഗണത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ് ഈ നോവൽ? ഉത്തരം ഒ ചന്തുമേനോന്റെ ഇന്ദുലേഖ. എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് രചിച്ച കവിതയാണ് എന്റെ ഗുരുനാഥൻ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം എ ആർ രാജരാജവർമ്മ. ആരുടെ രാജസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി? ഉത്തരം ഉദയവർമ്മ രാജാവിന്റെ. മയൂര സന്ദേശം രചിച്ചത് ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. ലോകസഭ അംഗമായ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം എസ് കെ പൊറ്റക്കാട്. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. ഷേക്സ്പിയറിന്റെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിച്ചു വരുന്നത്. കിളിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം എഴുത്തച്ഛൻ. യുദ്ധവും സമാധാനവും എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. അക്ഷരം എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം നശിക്കാത്തത്. കണ്ണുനീർ തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ്? ഉത്തരം നാലാപ്പാട്ട് നാരായണ മേനോൻ. 1001 കഥകൾ എന്താണ്? ഉത്തരം പേർഷ്യൻ കഥകൾ. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിൽ അന്ന് ആറ്റുനോറ്റിട്ടൊരുണ്ണി പിറന്നു. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഇടശ്ശേരി. ഉടലായം സിനിമാ സംവിധായകൻ ആരാണ്? ഉത്തരം ഉണ്ണികൃഷ്ണൻ ആവള. ഗോത്രവർഗക്കാരുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കഥ പറയുന്ന സിനിമയാണ് ഉടലായം. വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ഏക സിനിമ? ഉത്തരം ഭാർഗവീ നിലയം. പി എൻ പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ 2014 വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിന്റെ സ്മാരകമായി പി എൻ പണിക്കർ സ്മാരക ഗവൺമെന്റ് LP സ്കൂളായി പുനർനാമകരണം ചെയ്തു. പുനർനാമകരണം ചെയ്ത ആ സ്കൂൾ ഏതാണ്? ഉത്തരം അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ. ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലിയുടെ ആത്മകഥ? ഉത്തരം ദ സോൾ ഓഫ് എ ബട്ടർഫ്ലൈ. മലയാളം അച്ചടിയുടെ പിതാവ്? ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി. ഉള്ളൂർ രചിച്ച മഹാകാവ്യം? ഉത്തരം ഉമാകേരളം. ഋതുക്കളുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ചെറുശ്ശേരി. ഏത് ദിവസമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? ഉത്തരം തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി. ചിത്രയുഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. 2019 ജനുവരിയിൽ കുമാരനാശാന്റെ ഏത് കൃതിയുടെ 100ാം വാർഷികമാണ് ആഘോഷിച്ചത്? ഉത്തരം ചിന്താവിഷ്ടയായ സീത. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. മലയാളത്തിലെ ആദ്യ മണിപ്രവാള ലക്ഷണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം ലീലാതിലകം. പി എൻ പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്?
ഉത്തരം അച്ഛൻ ഗോവിന്ദപിള്ള, അമ്മ ജാനകിയമ്മ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. എസ്.കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 1980. ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ക്യാൻസർ വാർഡിലെ ചിരി ഏത് നടന്റെ ആത്മകഥയാണ്? ഉത്തരം ഇന്നസെന്റ്.